ഇവിടെ തന്നെ ഞങ്ങൾ ധാരാളം ബോർവെല്ല് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ നോൺ മുസ്ലിമും ഉണ്ട്. വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒരു കിണറുണ്ടാക്കി കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ ആരാ കുടിക്കുന്നത്, മുസ്ലിമാണോ അല്ലേ എന്ന് ഞങ്ങൾ നോക്കാറില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ സാംസ്കാരികമായ വിനിമയത്തിൻ്റെ കാര്യത്തിലൊക്കെ അതിർത്തികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശക്തമായ പ്രഖ്യാപനം നടത്താനുണ്ടായ ചേതോവികാരം എന്തായിരുന്നു ഉസ്താദ്? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പാർട്ടി വന്നാൽ അവരുടെ വാദം അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ. എന്താണ് ഈ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തെ ഉസ്താദ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? നമസ്കാരം. ദി ഐഡം റിസാല അപ്ഡേറ്റ് ഇൻ്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ഇന്ന് ഇൻ്ററാക്ഷൻസിനൊപ്പം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, ഉസ്താദ് എന്നൊക്കെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ വിളിക്കുന്ന കാന്തപുരം ഈ ഇൻ്ററാക്ഷൻസിലേക്ക് സ്വാഗതം. സന്തോഷം. സമീപകാലത്ത് താങ്കളുടെ വളരെ നിർണായകമായ ചില ഇടപെടലുകൾ ലോകം കണ്ടിട്ടുണ്ട്, സവിശേഷമായി ഇന്ത്യയും കേരളവും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നിമിഷപ്രിയ എന്ന് പറയുന്ന ആ യുവതിയുടെ കേസിൽ യമനുമായുള്ള അവിടുത്തെ ക്ലർജിയുമായുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെ താങ്കൾ നേടിയെടുത്ത ഇളവ്, അത് ഒരു ദീർഘകാലത്തെ ഇളവാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ല ഒരു താൽക്കാലികം മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് ഉസ്താദ് അവിടുത്തെ ആ ഇൻ്ററാക്ഷൻസിൽ, അവിടുത്തെ ഇടപെടലുകൾ സംഭവിച്ചത് എന്നൊന്ന് വിശദീകരിക്കാൻ നന്നായിരുന്നു. യമനിലുള്ള പണ്ഡിതന്മാരും ഞാനുമായി വളരെയധികം ബന്ധമുണ്ട്. ആ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയും ഉണ്ട്. മാത്രമല്ല, ഇസ്ലാം മതത്തിൽ ഇങ്ങനെ പ്രായശ്ചിത്തം നൽകി മാപ്പ് കൊടുക്കുക എന്നൊരു നിയമം ഉണ്ട് എന്ന് പലർക്കും അറിയുകയില്ല. അത് അറിയാനും കാരണമായി മാപ്പ് കൊടുക്കൽ 2 വിധത്തിലുണ്ട്. ഒന്ന്, യാതൊന്നും വാങ്ങാതെ മാപ്പ് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. വാങ്ങിക്കൊണ്ട് അതിന് ദിയത്ത് എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത്. ആ ദിയത്ത് കൊടുത്തിട്ട് മാപ്പ് ചെയ്യണം ഉണ്ട്. മാപ്പ് ചെയ്യാതിരിക്കുന്നവർക്ക് അത് പറയേണ്ടതില്ലല്ലോ. അപ്പം അങ്ങനെ ഇവർ ദിയത്ത് കൊടുത്തുകൊണ്ട് മാപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനായി യമൻ പണ്ഡിതന്മാരോട് ഞാൻ ആവശ്യപ്പെടുകയും അവർ ചോദിച്ച് ആ ജഡ്ജി അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുമായി സംഭാഷണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ മാനവികത തെളിയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്കിതിൽ പ്രത്യേകമായ ഒരു ഉദ്ദേശമെന്ന് അവരിങ്ങോട്ട് ചോദിച്ചപ്പോൾ, മാനവികത എപ്പോഴും പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും നന്നായിരിക്കുമെന്ന മറുപടി കേട്ടപ്പോഴാണ് അവർ ഇതിന് തയ്യാറായത്. അവരുമെല്ലാം ഇസ്ലാം ഒന്ന് തന്നെയാണല്ലോ, അവിടെയും ഇവിടെയുമെല്ലാം. ഞങ്ങൾ ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റുള്ള മതക്കാരെ ഹനിക്കുകയോ അവരെ എതിർക്കുകയോ പരസ്യമായോ രഹസ്യമായോ എതിർക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ്. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റ് ഏത് മതക്കാരും ഏത് ആശയക്കാരും ഉണ്ടെങ്കിൽ അവരെ പരിഹസിക്കാനോ തരം താഴ്ത്താനോ
പാടില്ലെന്നും ചീത്ത പറയാൻ പാടില്ലെന്നും വ്യക്തമായി തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകത്ത് ജീവിതം സുഗമമാവുകയുള്ളൂ. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ മനുഷ്യത്വം മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. അത് ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ എന്ന നോട്ടമൊന്നും ഇല്ലാതെ ഞാൻ പറയാൻ കാരണം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നു എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മതസൗഹാർദ്ദം എന്നിങ്ങനെ വായ കൊണ്ട് പറഞ്ഞു നടക്കുന്ന ശബ്ദം മാത്രം പോരാ. എല്ലാ മതങ്ങളുടെയും ഇടയിൽ സൗഹൃദം കാണിക്കണം എന്ന നിലക്ക് ഒരു മനുഷ്യത്വം എന്ന ഒരവസ്ഥയാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് അവരുടെ നിയമപ്രകാരം ഉള്ള പ്രവർത്തനങ്ങളും ജോലികളുമെല്ലാം ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓരോ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിവരം ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഗവൺമെൻറ്റിനെ മറികടന്നുകൊണ്ടോ മറ്റാരെങ്കിലും മറികടന്നുകൊണ്ടോ ഉദ്ദേശമല്ല. വിശദാംശങ്ങളുടെ തലത്തിൽ ഉസ്താദ്, ഇതിപ്പോൾ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതാണ് എന്ന് പറയുന്ന ഒരു വാദക്കാരുണ്ട്. അല്ല, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു എന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ സംഭവിച്ചത്? അതൊന്നിപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയില്ലല്ലോ. ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടി, പിന്നീട് അത് റദ്ദു ചെയ്തു. ഞങ്ങളെ പണി അതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ ഗവൺമെൻറ്റാണ് അതിന് വേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്ന് തന്നെയാണല്ലോ ഞങ്ങളുടെ വിശ്വാസം. ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഡൽഹിയിൽ അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധിക്കപ്പെട്ട നിമിഷപ്രിയയാൽ ബാധിക്കപ്പെട്ട കുടുംബം, അവർക്ക് അവിടെ നിന്ന് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാരുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അവരെ സൗദിയിലേക്കോ മറ്റോ മാറ്റാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ കൂടെ സുഗമമായ ചർച്ച നടക്കും എന്ന് പറയുന്നതുണ്ട്. അതൊന്നും ഞാനതിൻ്റെ വിശദമായ ഭാഗത്തേക്കൊന്നും കടന്നിട്ടില്ല. കടക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതെല്ലാം നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അവരത് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഞങ്ങൾ അതിലൊന്നും ഇടപെടേണ്ടതില്ല. ഞാനിങ്ങനെ ഒരു ശുപാർശ മാത്രമാണ്. നമ്മളത് നിയമം പാസ്സാക്കല്ല. മാനവികതയുടെ തലത്തിലുള്ള വലിയൊരു ഇടപെടലാണ് ഉസ്താദ് നടത്തിയത്. അതെ, 16-ാം തീയതി എന്ന് പറഞ്ഞാൽ തീയതി മാറി. ഇപ്പോൾ തീയതിയൊന്നും ഇല്ലാതെയാണ് ആദ്യം തന്നെ നീട്ടിയത്. ഇപ്പോൾ രണ്ടാമത് ആ വിധി തന്നെ ക്യാൻസൽ ചെയ്തു എന്നാണ് നാം അറിയുന്നത്. ഏതായിരുന്നാലും അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെൻറ് വേണ്ടതുപോലെ ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ കർമ്മശാസ്ത്രം അത് 4 ഭാഗമാണ്. ആ 4 ഭാഗത്തെ ഒന്ന് ക്രിമിനൽ സംബന്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റിയാണ്. അപ്പം അതിൽപ്പെട്ടതാണ് ഇതെല്ലാം. ഒരാൾക്ക് മാപ്പ് കൊടുക്കുക, മാപ്പ് കൊടുക്കുമ്പോൾ പ്രതിഫലം വാങ്ങിയിട്ട് കൊടുക്കാം, വാങ്ങാതെയും കൊടുക്കാം, അങ്ങനെ തുടങ്ങി അതിനോട് ബന്ധപ്പെട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ വിധി, അങ്ങനെ തുടങ്ങി വിഷയങ്ങൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കൊന്ന് പഠിക്കാനും ആയല്ലോ. ഞങ്ങൾ ഈ പള്ളിക്കൂടത്തിലിരിക്കുന്ന ആളുകൾ ഈ ക്രിമിനൽ സംബന്ധമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ ചില ആളുകൾ ധരിച്ചു പോവുമല്ലോ. അപ്പം അത് ധരിക്കേണ്ട, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നും കൂടി ഇതുകൊണ്ട് വെളിച്ചത്ത് വരും.
മാനവികതയുടെ തലത്തിലുള്ള ഉസ്താദിന്റെ ഈ ഇടപെടൽ സമീപകാലത്ത് ഈ രീതിയിൽ വലിയ ശ്രദ്ധ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത സമയത്തും ഉസ്താദ് വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. ഉസ്താദ് പറഞ്ഞത് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതുപോലെ സാംസ്കാരികമായ വിനിമയത്തിന്റെ കാര്യത്തിലൊക്കെ അതിർത്തികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശക്തമായ പ്രഖ്യാപനം നടത്താനുണ്ടായ ചേതോവികാരം എന്തായിരുന്നു ഉസ്താദ്? നേരത്തെ പറഞ്ഞത് തന്നെ, ഇവിടെ ഇന്ത്യ രാജ്യം എവിടെയും ആർക്കും പോകാനും വരാനും വിസയൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ, സ്വാതന്ത്ര്യമുണ്ട്. ആ നിലക്ക് പോകുമ്പോൾ അവർ പഠിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം, അതിന് സഹായം ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം എന്നല്ലാതെ ഒരു പ്രത്യേകമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തടയാനും പറയാനും നിർവാഹമില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ ഗവൺമെൻറ്റും ചിന്തിക്കുന്നതും ചെയ്യുന്നതുമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റും പഠിക്കാൻ പോകുന്നവരെ പിടിച്ചു വെക്കും, തടയും എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ചർച്ച, ഇപ്പോൾ ഉദാഹരണത്തിന് ഉസ്താദ് തന്നെ ഈ NRC തുടക്കത്തിൽ അവതരിപ്പിക്കപ്പെട്ട സമയത്ത്, ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്, തുടക്കപ്പെട്ട സമയത്ത് ഉസ്താദ് തന്നെ വിളിച്ചിട്ടുള്ള ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ചർച്ചയ്ക്ക് വേണ്ടി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉസ്താദിനോട് ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതായത് ഒരു ആധുനിക രാഷ്ട്രത്തിൽ അവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ആ രാഷ്ട്രത്തിൽ ആരാണ് ജീവിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പം അങ്ങനെയുള്ള അവകാശം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ NRC പോലെയുള്ള ഒരു നടപടി എങ്ങനെയാണ് ഒരു മർദ്ദനോപാധിയായി മാറുന്നത് എന്ന് ഉസ്താദ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പം ഞാൻ അതിന് പറഞ്ഞ മറുപടി എന്താണ്, ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ പ്രാതിനിധിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒക്കെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് മറുപടി പറഞ്ഞത്. ഇപ്പോഴും അവസ്ഥയുണ്ട്. ഇപ്പം നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടതൊക്കെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു വിശ്വാസത്തെപ്പറ്റിയും ആ ഒരു സ്ഥിതിവിശേഷത്തെപ്പറ്റിയും ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? ഞങ്ങൾ പിന്നെ രാഷ്ട്രീയമായി ഒരു വിഷയത്തിലും ഇടപെടാറില്ല. രാഷ്ട്രീയം അത്ര വലിയൊരു രോഗമാണ്. രാഷ്ട്രീയം പിടിപെട്ടാൽ മറ്റുള്ള രോഗികളെ എല്ലാം കാണാൻ പ്രയാസമാകുന്ന ഒരു രോഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എളിയ പ്രവർത്തനവുമായിട്ട് ഇവിടെ തന്നെ പാവപ്പെട്ടവർക്ക് വല്ല സഹായം ചെയ്തു കൊടുത്ത് അവർക്ക് വല്ല വിദ്യാഭ്യാസവും ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള പ്രവർത്തനം എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഇവിടെ തന്നെ ഞങ്ങൾ ധാരാളം ബോർവെല്ല് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ നോൺ മുസ്ലിമും ഉണ്ട്. വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒരു കിണറുണ്ടാക്കി കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ ആരാ കുടിക്കുന്നത്, മുസ്ലിമാണോ അല്ലേ എന്ന് ഞങ്ങൾ നോക്കാറില്ല. അപ്പം അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് കാശ് വാങ്ങിയിട്ടെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കും. അതിന് രാഷ്ട്രീയം നോക്കിയാൽ ശരിയാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിലും രാഷ്ട്രീയമായി ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല, ഇത് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഈ രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനം കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വളരെ പ്രബലമായ ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയാണ് സമാനമായ രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനം ഉള്ളത്? ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്. പഞ്ചാബിലുണ്ട്, ഒറീസയിലുണ്ട്, കൽക്കത്തയിലുണ്ട്, അങ്ങനെ നമ്മൾ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട് മുതൽ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. മഹാരാഷ്ട്രയിലും എല്ലാ ഭാഗത്തും നമ്മുടെ എളിയ പ്രവർത്തനങ്ങൾ ഉണ്ട്. രാഷ്ട്രീയമൊന്നും കയ്യിലില്ലാത്ത ആളുകൾക്ക് ചെറിയതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അതെ, അത് ശരിയാണ്. പക്ഷേ ഈ എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ സർക്കാരുകളിൽ നിന്നും ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടുന്ന, കേരളത്തിൽ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും
താങ്കളുടെ പ്രവർത്തനവുമായിട്ട് സഹകരിച്ച് താങ്കളുടെ സംഘടനയുടെ പ്രവർത്തനവുമായിട്ട് സഹകരിച്ച് അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ നേരത്തെ BJP ആയിരുന്നില്ല. അതെ, ഞങ്ങൾ രൂപീകരിച്ച സമയത്ത് അന്ന് എന്താ ഒരു ശരത് പവാർ, അതെ, അവർ സഹായിച്ചു. ഇപ്പൊ BJP ആണ് അവിടെ. നിയമപരമായുള്ള സഹായം അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങളൊരു വീട് വെച്ച് കൊടുക്കുന്നുവെങ്കിൽ നിയമപരമായി അതിനുള്ള അനുവാദം ഉടനെ ലഭിക്കണം. അത്രയല്ല നമ്മൾക്ക് ആവശ്യമുള്ളൂ. ഈ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിലെ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമായ പ്രത്യക്ഷമല്ലാത്ത പിന്തുണയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളുടെ അനുയായികൾ ധാരാളം ഉണ്ട്, ഇവിടെ എണ്ണമുണ്ട്. അവരുടെ വോട്ട് കിട്ടിയാൽ ഗുണമുണ്ടാകുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായി പ്രവർത്തിക്കാതെ തന്നെ ഞങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ, അനുയായികൾ കുറേ അധികമുണ്ട്. ആളുകൾക്ക് ചില ഗുണം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുക, റോഡ് നിർമ്മിച്ചു കൊടുക്കുക, എന്നെല്ലാം ചെയ്ത് കാണുമ്പോൾ മാനസികമായി ഞങ്ങളോട് അടുപ്പം വരും. എല്ലാവരും അങ്ങനെയാണല്ലോ. എല്ലാവർക്കും ഒരേ സമയം അടുപ്പം വന്നാലും ശരിയാവില്ലല്ലോ. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമൊക്കെ ആകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ സമയം അടുപ്പം വരികയും ഉസ്താദിന് തിരിച്ച് അതേപോലെയുള്ള അടുപ്പം എല്ലാവരുമായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമായില്ല. അത് അതാണ് സമയത്ത് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങൾ അറിഞ്ഞോളൂ. അത് പ്രത്യേകിച്ച് വിശദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഉസ്താദിന്റെ ആത്മകഥാപരമായ വിവരണത്തിൽ, അദ്ദേഹത്തിന്റെ താങ്കൾ തന്നെ രചിച്ചിട്ടുള്ള പുസ്തകത്തിൽ, അതില് ഈ ഒരു ഘട്ടത്തിൽ ഈ ഇന്ത്യൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ ലീഗും ഉണ്ടായ സമയത്ത് മത്സരിച്ച സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും സ്ഥാനാർത്ഥികളെ താങ്കളുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയുണ്ടായെന്നും അതിൽ പല ആൾക്കാരും പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും എന്നുള്ളൊരു കുറിപ്പ് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഈ പ്രത്യക്ഷമായ ഇടപെടലില്ലാത്തൊരു അവസ്ഥയിലേക്കുള്ള നീക്കം, അതിൻ്റെ ഒരു പരിണാമം എങ്ങനെയായിരുന്നു എന്ന് കുറച്ച് പറയാൻ പറ്റുമോ? അതിപ്പോൾ പറയാൻ പ്രയാസം തന്നെ. സ്ഥാനാർത്ഥികളെ കൊടുക്കുക എന്നുള്ള പണിയൊന്നും അക്കാലത്തും ഇക്കാലത്തും ഒന്നുമില്ല. ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. വ്യക്തികളെ മാത്രം നോക്കിയിട്ട് വ്യക്തിയാണ് നല്ലത്, പാർട്ടി ഏതായാലും എന്ന നിലക്ക് ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉസ്താദിന്റെ ഒരു അടുപ്പം ഈ സുന്നി സമുദായത്തെ കുറച്ചുകൂടെ ഇടതുപക്ഷത്തേക്ക് നീക്കുന്നതായിട്ടാണ് ചില ആൾക്കാരുടെയൊക്കെ ഒരു വിചാരണ, അല്ലെങ്കിൽ ഒരു തോന്നൽ. അത്തരം തോന്നലുകളെ പറ്റി, അത്തരം പ്രചാരണങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നുന്നതായിരിക്കണം, അല്ലേ? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തോന്നുന്നതായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായം ലഭിച്ചിട്ടുള്ളത് ആരിൽ നിന്നാണ് നോക്കിയിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതൊക്കെ അതിൽ പ്രത്യക്ഷമായിട്ടുള്ള സംഘടനാപരമായ ഇടപെടൽ ഇല്ല എന്നാണ് പറയുന്നത്, അല്ലേ? ഉസ്താദിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി നോക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ കാര്യം അതുപോലെ തന്നെ ഉസ്താദിന്റെ വ്യക്തി ജീവിതം നോക്കുന്ന സമയത്ത് എനിക്ക് വായിച്ചപ്പോൾ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുള്ളൊരു ഭാഗം, ബസ്സിൽ കയറുക എന്നുള്ളത് ഉസ്താദിന്റെ ചെറുപ്പകാലത്തുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. ബസ്സിൽ ആദ്യമായിട്ട് കയറിയ സമയത്തുള്ള ആ ഒരു അനുഭവം താങ്കൾ വിവരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ശൈശവകാലത്തിൽ നിന്ന്, യൗവനത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. ഒരുപാട് രീതിയിലുള്ള ഇടപെടലുകൾ ഉസ്താദിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര
അതായത് ഈ ബസ്സിൽ കയറാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഇവിടത്തേക്കുള്ള യാത്ര, അതിനെ പറ്റി അതെങ്ങനെയാണത് സാധ്യമാക്കിയത് എന്നത്? കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളാണ് അതൊക്കെ. അത് ഇവിടെ ഇന്ന് 1,00,000 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു സ്വത്ത് അന്ന് 10,000 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ കാലഘട്ടത്തിൽ വ്യതിയാനങ്ങൾ വന്നപ്പോൾ ഉണ്ടായതാണ് ബസ്സിൻ്റെതും കാറിൻ്റെതും മറ്റുള്ളതൊക്കെ. അല്ലാതെ നമ്മളൊരു പ്രത്യേകത കൊണ്ടൊന്നുള്ളതല്ല. അല്ല, എന്നാലും അത് എല്ലാവർക്കും സാധിക്കുന്നില്ലല്ലോ. അത് അത് അങ്ങനെ ഇപ്പം താങ്കളുടെ അതേ രീതിയിൽ സുന്നി സമുദായത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുകയും സൂഫിസത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിത രീതിയാക്കി കാണുകയും ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള സമാനമായിട്ടുള്ള മുന്നേറ്റമോ വിജയമോ അവർക്കുണ്ടാവുന്നില്ലല്ലോ. സൂഫിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സൂഫിസം മനസ്സ് ശുദ്ധിയാവലാണ്. മറ്റൊരാളെ താഴ്ത്തി കാണാതെ, അസൂയ വെക്കാതെ, എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹത്തിൽ സന്തോഷിക്കുകയും ആരോടും വിദ്വേഷമോ വെറുപ്പോ പ്രകടിപ്പിക്കാതെ ഹൃദയം ശുദ്ധിയായി സൃഷ്ടാവിലേക്ക് അടുക്കുന്നതിനാണ് ഞങ്ങൾ സൂഫിസം എന്ന് പറയുന്നത്. ആ വഴിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ പ്രത്യേക വേഷം കെട്ടൽ കൊണ്ടോ ഒരാൾ സൂഫിയോ പണ്ഡിതനോ ഒന്നും ആകാൻ പോകുന്നില്ല. അതിന് പ്രത്യേക ഒരു വേഷം കെട്ടലും ഇല്ല. എല്ലാവരുടെയും ലക്ഷ്യം ഹൃദയം ശുദ്ധിയാവണം. ഹൃദയം ശുദ്ധി ഉണ്ടാകുമ്പോഴാണ് പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ വേദന വരുന്നത്. ഇപ്പോൾ തന്നെ ഗസയുടെ കാര്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. യുദ്ധം നിർത്തി എന്ന് പറഞ്ഞാലും ചെറിയ പിഞ്ചുമക്കൾ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ട് വരി നിൽക്കുമ്പോൾ കൊല്ലുക. അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ട്. തികച്ചും ഇത് മനുഷ്യത്വരഹിതമാണ്. ഇസ്ലാമിൽ തന്നെ പല യുദ്ധങ്ങളും ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. ഇസ്ലാം ഒരിക്കലും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത ചരിത്രം ഇല്ല. ഇങ്ങോട്ട് വന്നതിൻ്റെ ഡിഫൻസ് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. അതിൽ തന്നെ ചെറിയ പിഞ്ചുമക്കളെയും സ്ത്രീകളെയും വളരെയധികം പ്രായമുള്ളവരെയും ഒഴിവാക്കണമെന്ന് പ്രവാചകർ പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നാം കാണുന്നത് അങ്ങനെയല്ല. അമേരിക്കയാവട്ടെ, മറ്റ് റഷ്യ ആവട്ടെ, വേറെ ഏത് ബ്രിട്ടീഷ് ആവട്ടെ, ആരായിരുന്നാലും ആദ്യമായി ചെറിയ മക്കളെ കൊന്ന് തീർത്തിട്ട് പിന്നെ മേൽപോട്ട് കിടക്കുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അത് മനുഷ്യത്വരഹിതമാണ്, മനുഷ്യത്വം അല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ഹൃദയവും വേദനിക്കുന്നത്. അതുകൊണ്ടാണ്. പ്രത്യേകിച്ചും ഇസ്രായേലാണ് ആ രീതിയിലുള്ള ഒരു മൃഗീയമായ ഒരു ആക്രമണ രീതി നടപ്പാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഗസയിൽ 10,000-കണക്കിന് കുട്ടികളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ആശ്വാസം എന്ന രീതിയിൽ, ദുരിതാശ്വാസം എന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന കേന്ദ്രത്തിൽ പോലും ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത്, മനുഷ്യസ്നേഹികളായിട്ടുള്ള എല്ലാ ജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഉസ്താദിനെ പോലെ സാർവദേശീയമായ ബന്ധങ്ങളുള്ള, സാർവദേശീയമായുള്ള തലങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ, രാഷ്ട്രത്തലവന്മാരുടെ തലത്തിൽ തന്നെ ബന്ധങ്ങളൊക്കെയുള്ള ഒരു നേതാവ് ഈ രീതിയിൽ ഉള്ള ഒരു മൃഗീയമായ കടന്നാക്രമണത്തിനെതിരെ സാർവദേശീയമായ തലത്തിൽ തന്നെ ഒരു ചെറുത്തുനിൽപ്പ് കെട്ടിപ്പടുക്കണം എന്നും ആ കാര്യത്തിൽ താങ്കളും താങ്കളുടെ സംഘടനയും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യ അവകാശ പ്രവർത്തകരെ എനിക്കറിയാം. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോഴും എന്നോട് താങ്കളുമായി എനിക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉസ്താദിനോട് ഈ കാര്യം പ്രത്യേകം ചോദിക്കണം, എന്തുകൊണ്ടാണ് ഒരു സാർവദേശീയമായ ഒരു ജനകീയ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ വേണ്ടി ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുള്ളപ്പോഴും തയ്യാറാവാത്തത് എന്ന് ചോദിക്കണം എന്നുള്ള അവർ ആവശ്യപ്പെടുകയുണ്ടായി. തയ്യാറാവുകയില്ല. ഇപ്പോൾ
രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങളാണല്ലോ ഉള്ളത്. അവർക്കെല്ലാം ഞങ്ങളെക്കാൾ ഈ ബന്ധപ്പെടാനുള്ള കഴിവ് അധികമുള്ളവരാണ്. നമുക്ക് അങ്ങനത്തെ യാതൊരു കഴിവുമില്ല. അന്താരാഷ്ട്ര ലെവലിൽ എല്ലാ കഴിവുകളും ഭരണാധികാരികൾ എന്ന നിലക്ക് അവർക്ക് ഉണ്ട്. അവർ എന്തുകൊണ്ടാണ് പിന്നോക്കം നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ആരുടെയെങ്കിലും ബോംബ് ഭീഷണി പേടിച്ചിട്ട് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ടാവാം. രാജ്യം ഭരിക്കുന്നതിനുള്ള പല തന്ത്രങ്ങളുണ്ടാവും. അതുകൊണ്ട് അവരെ നമുക്ക് പ്രശംസിക്കാനും വയ്യ, കുറ്റം പറയാനും വയ്യ ഈ വിഷയത്തിൽ. അവിടെയാണ് ഉസ്താദിനെ പോലെയുള്ള ഒരു ആത്മീയ പണ്ഡിതൻ ഈ പറഞ്ഞിട്ടുള്ള ഭരണത്തലവന്മാരോടെല്ലാം അവരെ സ്വാധീനിക്കാനും അവരോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ഇടപെടൽ താങ്കളുടെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്ര തലവന്മാർക്കും ഈ ദയനീയാവസ്ഥ പ്രത്യേകം തട്ടി ഉണർത്തിയിട്ടുണ്ട്. അടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ആണ്. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി, ഈ പറയുന്ന കഴിവൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഉള്ള കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘടിതമായും ചെയ്യുന്നുണ്ട്, ഒറ്റക്കും ചെയ്യുന്നുണ്ട്. പലസ്തീൻ്റെ കാര്യത്തിൽ ഒരുപാട് വിദേശ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവിടെയുള്ള ഒരു തരം കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ മലേഷ്യ പ്രധാനമന്ത്രി എന്നെ പ്രത്യേകമായിട്ട് പ്ലെയിനൊക്കെ അയച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിരുന്നു, അവിടെ ഒരു അവാർഡ് തരാൻ വേണ്ടി. അന്ന് അദ്ദേഹമായുള്ള മീറ്റിങ്ങിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ സൗദി, UAE തുടങ്ങിയ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും നമ്മൾ കത്ത് അയച്ചിട്ടുമുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്, പരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അവർക്ക് പരിശ്രമമില്ലാത്തതുകൊണ്ടല്ല. ഓരോ രാജ്യത്തിനും ഓരോരോ പരിധി ഉണ്ടാവുമല്ലോ. ആ പരിധി വെച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ നമുക്ക്, ഞാനാവട്ടെ നിങ്ങളാവട്ടെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമവും അതിൻ്റെ വകുപ്പും അനുസരിച്ചല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ നിയമം കയ്യിലെടുക്കലായി പോകും. അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ഒരു പദ്ധതിയെ പാടില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവരോടൊക്കെ ഞങ്ങൾ ഇക്കാര്യം ഉണർത്തിയിട്ടുമുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നത് അവർ ചെയ്യുമെന്നാണ് നമ്മളെ പ്രതീക്ഷയും. പലസ്തീൻ്റെ മൃഗീയമായ കടന്നാക്രമണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഫ്രാൻസ് പോലുള്ളൊരു രാജ്യം, കാനഡ പോലുള്ളൊരു രാജ്യം, ബ്രിട്ടൻ ഒക്കെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം അതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉസ്താദിനെ പോലുള്ള ആൾക്കാരുടെ ഇടപെടലിന് സാധിക്കില്ലേ? ഞങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയ അത്ര വലുപ്പമൊന്നും നമ്മളില്ല. നമ്മളെ ഉള്ള കൈമനുസരിച്ചിട്ട് അവരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അത് നിങ്ങൾ കൂടി ചേർന്നാൽ അത് വിജയിക്കും. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ മറ്റൊരു വിചാരധാര, അതായത് ഈ സുന്നി സമുദായത്തിനിടയിൽ പലതരത്തിലുള്ള സംഘടനകൾ സമീപകാലത്തായിട്ട് കടന്നു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമവും ഉസ്താദിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ. അത്തരത്തിലൊരു കാര്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ ലോകത്തിന്? അതൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടതുമാണ്. പക്ഷേ ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. കാലങ്ങൾ കഴിയുന്നവരും കക്ഷികളും പ്രസ്ഥാനങ്ങളും
വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും നമ്മുടെ രാജ്യം ആവേണ്ടതുണ്ടായിരുന്നില്ല. ഏതായാലും ഞങ്ങളാൽ കഴിയുന്ന പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ട് ഉണ്ട്. എല്ലാ സൗഹാർദ്ദവും നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യുന്നും ഉണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തകരുടെ സഹായം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഒരളവോളം വിജയിക്കും. നമ്മളുടെ സഹായം എപ്പോഴും ഉണ്ടാവും. പക്ഷെ പത്രപ്രവർത്തകരും ഉണ്ട്, ആത്മീയ നേതാക്കളും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പത്രപ്രവർത്തകരും ഉണ്ട്. പക്ഷേ എന്നെ പോലെയുള്ള ഒരു പത്രപ്രവർത്തകൻ തീർച്ചയായും എല്ലാ സമയത്തും സാഹോദര്യത്തിനും മതസൗഹാർദ്ദത്തിനും ഈ പറഞ്ഞ രീതിയിലുള്ള സംഘടനകളുടെ ഐക്യത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കേരളത്തിൽ നിന്ന് ജനിച്ചു വളരുകയും ഇവിടെ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിലും കൂടുതൽ കാലം പ്രവർത്തിച്ചത് ഡൽഹിയിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ആ വിഭാഗീയത അത് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ സുന്നി സമുദായത്തിനകത്തുള്ള സംഘടനകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഈ മറ്റ് വിഭാഗങ്ങൾ, സുന്നികളല്ലാത്ത വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, അല്ലെങ്കിൽ മുജാഹിദുകൾ, ഇങ്ങനെയുള്ള ഈ വ്യത്യസ്തമായിട്ട് ഈ ഒരു വിഭാഗീയത വർദ്ധിച്ചു വരുന്നതിൻ്റെ എന്താണ് കാരണമെന്നാണ് ഉസ്താദിന് തോന്നുന്നത്? അത് കാലം പിന്നീടിപ്പോൾ ഉണ്ടാകുമെന്ന് നേരത്തെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പാർട്ടി വന്നാൽ അവരുടെ വാദം അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങൾക്ക് എന്നല്ല, ഒരു മനുഷ്യനും ആ വാദം അംഗീകരിക്കാൻ നിർവാഹമില്ലാത്ത വാദമാണ്. ഇപ്പോൾ അവർ കുറച്ച് ലഘുവായതാണ്. പഴയ കാലത്ത് പാകിസ്ഥാനും ഇന്ത്യയും ഇസ്ലാം തന്നെ പൂർണ്ണമല്ല എന്ന വാദത്തിലായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിംകളുടെ ഇസ്ലാം പൂർണ്ണമല്ല എന്നായിരുന്നു അവരുടെ വാദം. കാരണം അമുസ്ലിമീങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ ഇസ്ലാം അപൂർണമാണ് എന്നായിരുന്നു ഒരു കാലത്ത് അവരുടെ നേതാക്കൾ വാദിച്ചിരുന്നത്. പിന്നീട് അത് മാറി അവർ തന്നെ ഇലക്ഷനിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ചിന്തകൾ മാറി വരുന്നത് കൊണ്ട് നമുക്ക് അവരെയൊന്നും കൂട്ടിപ്പിടിച്ചിട്ട് കൊണ്ടു നടക്കാൻ കിട്ടുകയില്ല. ആ മാറ്റം പക്ഷേ വിശാലമായ അർത്ഥത്തിൽ പരിശോധിച്ചാൽ ഒരു പോസിറ്റീവായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. അത് അവർ നേരത്തെ ഉണ്ടായിരുന്ന കടുംപിടുത്തത്തിൽ നിന്ന് മാറി അവർ കുറെ കൂടെ അക്കോമഡേറ്റീവായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവ് ആയത് അവർക്ക് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ അവർ നിർബന്ധിതരായി എന്ന നിലക്കാണെങ്കിൽ പോസിറ്റീവ് ആവില്ല. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി പരിശോധിക്കാമല്ലോ. അതൊന്നും അല്ലാത്ത നിലക്കാണെങ്കിൽ പോസിറ്റീവ് പറയാമായിരുന്നു. അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം, ആത്മീയതയിലൂന്നി സൂഫിസത്തിലൂന്നി എന്നാൽ ആധുനികമായ ലോകത്തെയും ആധുനികമായ ജീവിതത്തെയും വളരെ മൂർത്തമായി അഡ്രസ്സ് ചെയ്യുന്ന, അതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളോടും കൂടി അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സിലും അഡ്രസ്സ് ചെയ്യുന്ന, അതുകൊണ്ടാണല്ലോ മർക്കസ് പോലൊരു ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണല്ലോ മാധ്യമരംഗത്ത് ഒരു പ്രത്യേകമായ സവിശേഷമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആധുനികതയെ പറ്റിയുള്ള ഒരു കൃത്യമായ ബോധ്യമുള്ള ഒരു ആത്മീയ ആചാര്യൻ എന്നാണ് ഞാൻ താങ്കളെപ്പറ്റി, എന്നോട് ആരെങ്കിലും വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയാറ്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഞാൻ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമഗ്രത അല്ലെങ്കിൽ ഒരു സംയോജനം ഉസ്താദിൻ്റെ സമീപനത്തിലുണ്ടോ എന്ന സംശയവും എനിക്കുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മാത്രം ഉണ്ടാക്കിയ സ്ഥാപനമുണ്ട്. അവിടെ ഏകദേശം 5000-ഓളം സ്ത്രീകൾ മാത്രം പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് യു പിയിൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്
സ്ത്രീകൾക്ക് മാത്രം സ്ഥാപനമുണ്ട്. അതേപ്രകാരം കൽക്കത്തയിലുണ്ട്, വയനാട്ടിലുണ്ട്, കേരളത്തിൽ തന്നെ. അങ്ങനെ പല സ്ഥലത്തും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി ഞങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ വെറും തെറ്റായ ധാരണയാണ്. സ്ത്രീകൾക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ് പരത്തിയാൽ മാത്രമേ അവർക്കൊരു വിജയം കിട്ടൂ. അതുകൊണ്ടാണ് അങ്ങനെ 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 ഒരു സ്ഥിതിവിശേഷം ഇല്ല. സ്ത്രീകൾക്ക് പഠിപ്പിക്കണം, പക്ഷെ ചില ചിട്ടകളുണ്ട്. അടുക്കും ചിട്ടയും കൂടിയായിരിക്കണം എന്നാണ് ഞങ്ങളുടെ നയം. സ്ത്രീകൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പ്രവാചകരുടെ പത്നിമാര് മുഖേനയാണ് ഇവിടെ ഇസ്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്. പക്ഷെ അവർ രംഗപ്രവേശനം ചെയ്തുകൊണ്ടായിരുന്നില്ല. അത് ചില ചിട്ടകളൊക്കെ വെച്ചുകൊണ്ട് അവരെ സമീപിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രവാചകരോട് ചോദിക്കും, അവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചിട്ടയോട് കൂടിയുള്ള വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ഏത് കാലവും ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടേതായ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ധാരാളം സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഈ ആധുനികതയുമായുള്ള ഇസ്ലാമിൻ്റെ ഇടപെടലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പൊതുവെ ലോകം മുഴുവൻ ഈ സ്ത്രീ വിദ്യാഭ്യാസത്തെപ്പറ്റി പരാമർശിക്കാറുണ്ട്. അതിൽ യാഥാസ്ഥിതികമായ ഒരു സമീപനമാണ് ഉസ്താദിനും ഉസ്താദിൻ്റെ സംഘടനയ്ക്കും ഉള്ളതെന്നുള്ളതാണ് ഒരു പരിപ്രേക്ഷ്യം. ഞാൻ പറയുന്നത് എൻ്റെ പരിപ്രേക്ഷ്യമാണെന്നല്ല, പൊതുവിൽ ഉള്ള യാഥാസ്ഥികം ഓരോന്നും അതിൻ്റെ യഥാവിധി നിർത്തുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ മതി. എല്ലാ വിഷയങ്ങളും അതിന് യഥാവിധി അനുസരിച്ച് ചെയ്യുന്നവർ എന്ന അർത്ഥം വെച്ചാൽ യാഥാസ്ഥികർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. യഥാവിധി ചെയ്യുന്നവർ എന്നാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് ഉസ്താദ് പറയുന്നത്, അല്ലേ? പ്രത്യക്ഷമായിട്ടൊരു രാഷ്ട്രീയ ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ. എന്താണ് ഈ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തെ ഉസ്താദ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ശൂറ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റികൾ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കലാണ് അവസാനം. ഇപ്പോൾ നടന്നിട്ടില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് ഒറ്റക്ക് ഒന്നും പറയാൻ സാധിക്കുകയില്ല. എന്നാലും എല്ലാ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുമായിട്ട് ഒത്തുചേർന്ന് സാമൂഹികവും ആത്മീയവുമായ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ള രീതി. അതായത് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് ഈ സൗകര്യം ചെയ്തു തരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പിന്തുണക്കുകയും സഹായിക്കുകയുമാണ് ചെയ്തു പോന്നിട്ടുള്ളത്. ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാക്കിയിട്ടുള്ള അതിക്രമങ്ങൾക്ക് പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു കേട്ടുള്ളത്, ഞാൻ താങ്കളുടെ പിന്തുണക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് പലരായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു വെച്ചാൽ, നിസ്കാരം തടയപ്പെടുന്നത് വരെ ഒരു ഭരണകൂടം നിസ്കാരം തടയുന്നത് വരെ അതിനെ ഒരു ഏകാധിപത്യ ഭരണമോ സ്വേച്ഛാധിപത്യ ഭരണവുമായിട്ട് വിശേഷിപ്പിക്കാൻ ഈ സംഘടന തയ്യാറാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നിസ്കാരം തടയപ്പെടുന്ന അവസ്ഥയുണ്ട്. നിസ്കാരം പിന്നെ ഡൽഹിയിലൊക്കെ നിസ്കാരം തടയപ്പെടുന്ന അവസ്ഥയില്ലേ ഇപ്പൊ? അത് റോഡ് നിസ്കരിക്കുന്നതായി കൂത്തരുത്. അത് തന്നെയാണ്. അതിപ്പോ പള്ളി നിറയുമ്പോ റോട്ടുമലൊക്കെ വിരിച്ചിട്ട് അവിടെയൊക്കെ നിൽക്കുമ്പോൾ പോകുന്ന വാഹനക്കാർക്കെല്ലാം തടസ്സമായിരിക്കും. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ബോംബെയിലൊക്കെ കുറെ കൊല്ലങ്ങളായി തുടങ്ങി. ബോംബെയിലും ഡൽഹിയിലും ഗുഡ്ഗാവിലും ഒക്കെ ഡൽഹിയിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതൊക്കെ റോഡ് നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അത് നിസ്കാരം തടയാന്ന് പറയാൻ പറ്റൂല. എന്തായാലും ഈ റോഡ് പൊതുജനങ്ങൾക്കുള്ളതാണല്ലോ. ആ പൊതുജനങ്ങളുടെ സ്ഥലം കയ്യേറി നമ്മൾ
അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അല്ല അത് പക്ഷേ അത് ഇസ്ലാമിന് മാത്രമേ ബാധകമാവുന്നുള്ളൂ. ഇപ്പം ഹിന്ദുക്കളുടെ ആൾക്കാർ ഈ കാവടിയന്മാർ പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാവടി എടുത്തുകൊണ്ട് ഗംഗയിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ പോകുമ്പം അവർ ദിവസങ്ങളോളം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ നടത്തുന്നത്. പക്ഷെ അതിന് പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഭരണകൂടങ്ങൾക്ക്. ഞങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടവരാണല്ലോ ഇങ്ങനെയാണ് വേണ്ടത്. ഇത് ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കണമെന്ന് ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഞങ്ങൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ അതിനെതിരായി ചെയ്യുന്നില്ല. ഈ കേരളത്തിന്റെ കാര്യത്തിൽ ഈ ഷൂറ എപ്പോഴാണ് നടക്കാൻ സാധ്യത? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടക്കുള്ളൂ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നടക്കുക, എങ്ങനെയാണെന്ന്? ഞങ്ങൾ പലപ്പോഴും മാസത്തിലൊരിക്കൽ കൂടും. അല്ല അപ്പൊ അതിലിപ്പോ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വന്നിട്ടില്ല കേരളത്തിലെ? എല്ലാ വിഷയങ്ങളും വരും. കേരളത്തിലൊരു ഭരണത്തെ പറ്റിയുള്ളൊരു വിലയിരുത്തൽ എന്താണ്? അതന്നെ, അത് ഷൂറയ്ക്ക് ശേഷമേ പറയാൻ പറ്റൂ. അതിന് മുമ്പ് പറയാൻ പറ്റില്ല. ഉസ്താദിന്റെ ആരോഗ്യം ഒക്കെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. ഇപ്പോൾ സുഖപ്പെട്ടിട്ടുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ടാണ് ശബ്ദത്തിന് ചെറിയൊരു ചിലപ്പൊക്കെ ഉള്ളത്. എന്തായാലും ഉസ്താദ് വളരെ സന്തോഷം. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസിലെ വളരെ നിർണായകമായ ഇടപെടലിന് ശേഷം ഉസ്താദ് ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തോട് ഇത്രയും വിശദമായി അതിൻ്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലോകത്തുള്ള സംഭവവികാസങ്ങളും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും ഇസ്ലാം മതത്തിനകത്ത് ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും നടക്കുന്ന വിഭാഗീയമായ പ്രവണതകൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളുമൊക്കെ സംസാരിക്കുന്നത്. വളരെ നന്ദി ഉസ്താദ്. അപ്പോൾ ഏതായാലും ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി ഐഡമിനും റിസാല അപ്ഡേറ്റിനും വേണ്ടി ഉസ്താദിനോട് നന്ദി പറയുകയാണ്. ഓക്കെ.